മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ ഇന്നത്തെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറെ വൈകി പാർട്ടി നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനോട് വിശദീകരണം തേടി സിപിഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വം. നോട്ടീസ് അയച്ചത് തപാൽ വഴി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നോട്ടീസിൽ. നിലപാട് പറയാൻ ജി സുധാകരൻ. വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. സിപിഎം നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ കൂടിക്കാഴ്ചയിൽ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം. പേരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. പട്ടികയിൽ 19 സിറ്റിംഗ് എംഎൽഎമാർ. എൽദോസ് കുന്നുപള്ളിയുടെ കാര്യത്തിൽ ശനിയാഴ്ച തീരുമാനം. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും. എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം. LPG പ്രതിസന്ധി മറികടക്കാൻ നടപടികളുമായി കേന്ദ്ര സർക്കാർ. പാചകവാതക വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. കരിഞ്ചന്ത തടയാൻ നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറിമാരോട് ആഭ്യന്തര മന്ത്രാലയം. യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാൻ. ഇറാന്റെ പരമാധികാരവും അവകാശങ്ങളും അംഗീകരിക്കണം. യുദ്ധത്തിലെ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇറാനെതിരെ പ്രമേയം പാസാക്കിയ ഐക്യരാഷ്ട്രസഭ പിന്മാറാനില്ലെന്ന് ട്രംപ്. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും നേരെ വധശ്രമം. വെടിവെപ്പുണ്ടായത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ. അക്രമി പിടിയിൽ. സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്നു. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും 3 ദിവസം താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാമെന്ന് IMD ഡയറക്ടർ ന്യൂസ് 18നോട്. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനോട് വിശദീകരണം തേടി CPM. തപാൽ വഴിയാണ് ജില്ലാ നേതൃത്വം നോട്ടീസ് അയച്ചത്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം തേടിയാണ് നോട്ടീസ്. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത്ര വൈകി പാർട്ടി എന്നുള്ളതാണ്. അശ്വതി, തീർച്ചയായും എന്തായാലും സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യത്തിലിറങ്ങിക്കുന്ന പത്മകുമാറിന്റെ എതിരെയാണ് ഇപ്പോൾ നോട്ടീസ് ജില്ലാ കമ്മിറ്റി ജില്ലാ നേതൃത്വം ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദീകരണം തേടിക്കൊണ്ടുള്ള കത്താണ് തപാൽ മുഖേനയാണ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് നൽകിയതിനു ശേഷം ഒരു പക്ഷേ കൃത്യമായ ഒരു വിശദീകരണമല്ല പത്മകുമാർ നൽകിയിട്ടുള്ളതെങ്കിൽ ഒരു പക്ഷേ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയൊരു ഘട്ടം കൂടിയുണ്ട്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപക്ഷ UDFനും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ പാർട്ടി CPM-നെ കടന്നാക്രമിക്കുന്ന തരത്തിലേക്കൊരു കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അപ്പോഴെല്ലാം പത്മകുമാറിനൊപ്പമാണ് പാർട്ടി നിന്നിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായി പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലും ഒപ്പം ഈ ജില്ലാ കമ്മിറ്റി നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒക്കെ ഉൾപ്പെടുത്താത്തതിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രതികരണങ്ങൾ പത്മകുമാർ നടത്തിയിരുന്നു. അതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ സ്വർണ്ണക്കൊള്ള കേസ് വരുന്നത്. അത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പല തരത്തിലുള്ള നടപടികൾ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പാർട്ടി വിശദീകരണം, അത് കൃത്യമായ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതിന് ആ വിശദീകരണം ലഭിച്ചതിന് ശേഷം അത് തൃപ്തികരമല്ല എങ്കിൽ ഒരുപക്ഷെ കർശന നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിരിക്കുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് എന്തായാലും
പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ UDF ഇത് പ്രധാന ആയുധമാക്കി പ്രചരണ രംഗത്തുണ്ടാകും. സ്വർണ്ണക്കൊള്ള കേസ് ഇത് വളരെ രീതിയിൽ CPM-നെതിരായി ഇത് തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് പ്രചാരണ വിഷയമായിരിക്കും. അതെല്ലാം ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ പത്മകുമാറിനെ CPM കൈവിടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഒരുപക്ഷെ ഉണ്ടാകും. എന്തായാലും അതിന് കൃത്യമായ ഒരു മറുപടി ഈ കത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുന്നോടിയായി തന്നെ, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ ഇപ്പോൾ നിലവിലുള്ളത്. ആ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്താക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പത്മകുമാർ അറിയാതിരിക്കാനും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും മാറ്റിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നോട്ടീസ് കൂടി നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസിന് കൃത്യമായ ഒരു വിവരണം, സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം 3 മാസത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജയിലിലായിരുന്നു. അതിനുശേഷമാണ് ജാമ്യത്തിലിറങ്ങി ഇപ്പോൾ വീട്ടിലാണ് പത്മകുമാർ വിശ്രമിക്കുന്നത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നോട്ടീസ് ഇറങ്ങിയിട്ടുള്ളത്. ആ നോട്ടീസിന് കൃത്യമായ വിശദീകരണം നൽകുക എന്നുള്ളതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതിന് തൃപ്തികരമല്ലെങ്കിൽ പാർട്ടി ഒരുപക്ഷെ പത്മകുമാർ പുറത്താക്കാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലതരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. അനുശ്രീ ശശിനാരായൺ, പിന്നെ ഈ നോട്ടീസിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്? അതുപോലെ തന്നെ എപ്പോഴേക്കാണ് ഇതിൽ മറുപടി നൽകാൻ സാധ്യത? അനുശ്രീ, തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി ഇതുവരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ പത്മകുമാറിന് പങ്കില്ല എന്ന തരത്തിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടി ഇതുവരെയും പലതരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പത്മകുമാർ പ്രതിയല്ല സംശയത്തിന്റെ പേരിലാണ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും വ്യക്തമാക്കിയിട്ട് ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ട് പ്രതി ചേർക്കട്ടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങട്ടെ, അതിനുശേഷമാകാം നടപടി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലാണ് പാർട്ടി ഇതുവരെയും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന് അനുകൂലമായുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്ന പശ്ചാത്തലത്തിലാണ് അത് പ്രചരണ ആയുധമായി UDF അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തുമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് BJPയും UDFും ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പിന് പ്രയോഗിക്കും എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വിശദീകരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനുണ്ടായത് എന്നുള്ള കാര്യം കൃത്യമായി പാർട്ടി വിശദീകരണം ചോദിച്ചത്. അത് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് പാർട്ടിയെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തേണ്ട സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം കൃത്യം കത്തിലെ സൂചന തപാൽ മുഖേനയാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് അറിയില്ല. പക്ഷേ ഈ കത്ത് അയച്ചു എന്നുള്ള കാര്യം കൃത്യമാണ്. അത് പത്മകുമാറിന് ലഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അത് നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിനെതിരെ കർശന നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ ആയുധം എന്ന നിലയ്ക്ക് ഈ പ്രതിപക്ഷ UDF അടക്കം ഇത് ഉന്നയിക്കുമ്പോൾ പശ്ചാത്തലത്തിലാണ് പത്മകുമാറിനെതിരെ ഇത്തരമൊരു സാധ്യതയിലേക്ക് പോകുക. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പത്മകുമാറിനെ പുറത്താക്കിയത്. ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന വിവരങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പത്മകുമാറിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തപാൽ മുഖേന ഈ സ്വർണ്ണക്കൊള്ള കേസിൽ കത്ത് അയച്ചിട്ടുള്ളത്. അതിന് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അനുശ്രീ ശശിനാരായൺ, അതുപോലെ തന്നെ ഈ പത്മകുമാറിനെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം പതിവായി ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു സാഹചര്യത്തിൽ അതുകൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുറത്താക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലല്ലേ? അനുശ്രീ, തീർച്ചയായും പുറത്താക്കാനുള്ള സാധ്യതയും കാണുന്നത്. കാരണം ഇതുവരെയും പാർട്ടി പ്രതിരോധം തീർത്ത് പത്മകുമാർ ഇതിൽ പങ്കില്ല എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ പത്മകുമാറിന്റെ സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കില്ല. അങ്ങനെ പ്രതിയാക്കി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാം അല്ലെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് പാർട്ടി നിലനിന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം എന്തെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം പാർട്ടിക്ക് തൃപ്തികരമാകുന്ന ഒരു മറുപടി പത്മകുമാറിന് ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല എങ്കിൽ ഒരുപക്ഷെ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പാണ് പ്രധാന കാര്യം. ആ തെരഞ്ഞെടുപ്പിൽ ഇത് UDFും BJPയും ഇതൊരു പ്രചരണ ആയുധമായി മാറ്റുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ സ്വർണ്ണക്കൊള്ള കേസ്
പ്രതിഫലിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പത്മകുമാർ ഇത് പ്രധാന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസ് നടന്നിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കൃത്യമായൊരു വിശദീകരണം പത്മകുമാറിന് നൽകാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തൃപ്തികരമല്ലെങ്കിൽ പത്മകുമാറിനെ എതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിൽ കൃത്യമായ നടപടിക്ക് സാധ്യത, അത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ പലപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റായ സമയത്തും പാർട്ടിയെ യുവതീ പ്രവേശന കാലഘട്ടത്തിലും പത്മകുമാർ പ്രസിദ്ധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്താതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കിയത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അതൃപ്തി പത്മകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം കൃത്യമായ വിമർശനം പാർട്ടിക്ക് വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിവരം വിശദീകരണം ഇത് സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നൽകുന്ന ഒരു അവസരമാണ് നൽകുന്നത്. അതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകിയാൽ അത് പാർട്ടി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ. എന്തായാലും ഈ തപാൽ മുഖേനയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നത്. അതിനുശേഷമായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. ശരി, ശശിനാരായണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ശനിയാഴ്ച ചേരുന്ന സമിതിയുടെ 2ാം യോഗത്തിലാകും ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. 19 സിറ്റിംഗ് MLA-മാർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നുപള്ളിയുടെ കാര്യത്തിൽ ശനിയാഴ്ച തീരുമാനമെടുക്കും. വട്ടിയൂർക്കാവിൽ K മുരളീധരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൊടുങ്ങല്ലൂരിൽ OJ ജനീഷും കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാറും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അതേസമയം MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. TG സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് കോൺഗ്രസിൽ. നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നൊരുക്കം നേരത്തെ ആരംഭിച്ചതാണ്. ഡൽഹിയിൽ ചർച്ചകളിൽ ഇതുവരെ നടന്ന പുരോഗതികൾ ഇങ്ങനെയാണ്. സിറ്റിംഗ് MLA-മാരിൽ 2 പേരുടെ കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വം തുടരുന്നു. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒന്ന് പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA-ക്കും ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലെ IC ബാലകൃഷ്ണനുമാണ് ഈ 2 പ്രതിസന്ധിയുള്ളത്. ഇവർക്കെതിരെ നേരത്തെയും ചില ആക്ഷേപമുള്ളതിനാൽ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിക്കും ഒപ്പം തന്നെ IC ബാലകൃഷ്ണനും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മാറ്റിവെക്കുന്നത്. എന്തായാലും അത് ശനിയാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ഇതിന് പുറമെ 13 പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയുണ്ടായിരിക്കുന്നത് എന്നതാണ്. അതിൽ നേരത്തെ പുതിയതായി കടന്നു വരുന്ന പേരുകൾ കൊല്ലത്ത് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ബിന്ദു കൃഷ്ണ തന്നെ മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച ബിന്ദു കൃഷ്ണ തന്നെ. മണലൂരിൽ TN പ്രതാപൻ തന്നെയായിരിക്കും. K മുരളീധരൻ, പ്രധാന മുഖമായ K മുരളീധരൻ വട്ടിയൂർക്കാവിൽ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം സീറ്റ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന. അത് കോൺഗ്രസ് വലിയ തർക്കത്തിന് ഇടവയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കില്ല. പകരം CMPക്ക് വിട്ടുകൊടുക്കാൻ തന്നെയാണ്. പകരം അരുവിക്കര സീറ്റായിരിക്കും VS ശിവകുമാർ നൽകുക. 13 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ. അങ്ങനെ 13 പുതിയ പേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്കാണ് ഇപ്പോൾ ധാരണയുണ്ടായിട്ടത്. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ പ്രഖ്യാപനം വരാനിരിക്കുന്നു. എന്തായാലും നിലവിലുള്ള സിറ്റിംഗ് 2 പേരൊഴികെയുള്ള സിറ്റിംഗ് MLA-മാർക്ക് പുറമെ മറ്റ് 13 പേരിലാണ് ഇപ്പോൾ ധാരണയുണ്ടായിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിലേറ്റവും സസ്പെൻസായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പട്ടികയിൽ MP-മാർ മത്സരിക്കുമോ എന്ന കാര്യമാണ്. നമുക്കറിയാം 4-ലധികം MP-മാർ മത്സര സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മത്സര താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് അതിൽ മുഖ്യ പേരുകാരനാണ്. K സുധാകരനുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് MP രാഘവനുണ്ട്. ഇവരടക്കമുള്ള മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കാൻ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നവർക്ക് എന്ത് നിലപാടെടുക്കുമെന്നതും കുഴയ്ക്കുന്ന വിഷയമാണ്. ഏതെങ്കിലും ഒരു MP-ക്ക് തന്നെയായ ഒരു ഇളവ് നൽകുക പ്രതിസന്ധി ഉണ്ടാക്കും. 1-ലധികം ആളുകൾ അങ്ങനെയെങ്കിൽ മത്സര താല്പര്യം അറിയിച്ചു വരും. KC വേണുഗോപാൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആലപ്പുഴയിൽ KC മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരും സ്വീകരിച്ചിട്ടില്ല. KC വേണുഗോപാലിന് തന്നെ ഇളവ് നൽകാനും കഴിയില്ല എന്നതാണ് സാഹചര്യം. കോന്നിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട്, സാമുദായിക പരിഗണനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ഇളവ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം K സുധാകരൻ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു സൊല്യൂഷനായിരുന്നു തനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അനുമതി നൽകുമെന്ന കാര്യം. അതുകൊണ്ട് അതാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹവും രംഗത്തുണ്ട്. അപ്പോൾ MP-മാർ മത്സരിക്കുമോ എന്ന കാര്യത്തിലെ തർക്കമൊഴിയുന്നില്ല, പ്രതിസന്ധി ഒഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അതൊഴിച്ചു നിർത്തിക്കൊണ്ട് സിറ്റിംഗ് MLA-മാരിൽ ഒക്കെ പുറമെ 13 പേരിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പട്ടികയ്ക്ക് മാറ്റം വരാൻ ഇനിയും സാധ്യതയുണ്ട്. കാരണം കണ്ണൂരിലടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ശരി സജിത്ത്.
സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ശനിയാഴ്ച ചേരുന്ന സമിതിയുടെ 2ാം യോഗത്തിലാകും ഈ ശേഷിക്കുന്നവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. 19 സിറ്റിംഗ് MLA-മാർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ശനിയാഴ്ചയായിരിക്കും വ്യക്തമായ ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ K. മുരളീധരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൊടുങ്ങല്ലൂരിൽ OJ ജനീഷും കൊയിലാണ്ടിയിൽ K. പ്രവീൺകുമാറും ആയിരിക്കും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടാവുക. അതേസമയം MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ പാർട്ടി അനുനയ നീക്കങ്ങൾക്കിടെ നിലപാട് പറയാൻ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ രാവിലെ 11 മണിക്ക് പുന്നപ്ര പറവൂരിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. ഇന്നലെ ജില്ലാ സെക്രട്ടറി R. നാസറും H. സലാം ഒഴികെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു. നേതൃത്വത്തിന്റെ അനുനയ നീക്കങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് സുധാകരൻ. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചും G. സുധാകരൻ. എല്ലാത്തിനും പിന്നിൽ സജി ചെറിയാനാണെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തകർത്തുവെന്നും സുധാകരൻ തുറന്നടിച്ചു. അഴിമതിക്കാരും കൊള്ളക്കാരും ആലപ്പുഴയിലെ പാർട്ടി കമ്മിറ്റികളിലും സ്ഥാനങ്ങളിലും നിറഞ്ഞു. തന്റെ വിഷയം എത്രയോ നേരത്തെ പരിഹരിക്കാവുന്നതായിട്ടും 5 വർഷക്കാലം യാതൊരു പരിഗണനയോ സംഘടനാ മര്യാദയോ കാണിച്ചില്ല. ഇപ്പോഴുള്ള അനുനയ ശ്രമങ്ങൾ പ്രഹസനമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സുധാകരന്റെ പല ചോദ്യങ്ങൾക്കും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരം നൽകാനായില്ല. സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ്. പാർട്ടി അംഗത്വം പുതുക്കാതെ വ്യാഴാഴ്ച തന്റെ രാഷ്ട്രീയ നിലപാട് പറയാൻ ഒരുങ്ങുകയായിരുന്നു. ഇന്ന് 11 മണിക്കാണ് G. സുധാകരന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. തന്റെ രാഷ്ട്രീയ നിലപാട് G. സുധാകരൻ അതിൽ വ്യക്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. G. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ പാർട്ടി മുന്നോട്ട് വച്ചെങ്കിലും പാർട്ടി നടത്തിയെങ്കിലും അതിലൊന്നും ഒരു പരിഹാരവും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. ഇന്ന് 11 മണിയോടുകൂടി G. സുധാകരന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി അഥവാ പുറത്തു പോയാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് CPM. G. സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ CPM നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അനുജൻ G. ഭുവനേശ്വറിനെ കൊലപ്പെടുത്തിയവരുടെ കൂട്ടത്തിലേക്കാണ് സുധാകരൻ പോകുന്നതെന്നാകും CPM ഉന്നയിക്കുന്ന പ്രധാന പ്രത്യാക്രമണമെന്ന് പറയുന്നത്. ഈ ഒരു നിലപാടിൽ CPM ഉറച്ചു നിൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തോടെ G. സുധാകരന്റെ നിലപാട് വ്യക്തമാകും. സ്വതന്ത്രനായി മത്സരിക്കാനാണ് തീരുമാനമെന്നാണ് G. സുധാകരൻ ഇപ്പോഴും പറയുന്നത്. പുറത്തു പറയുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഏതായാലും G. സുധാകരന്റെ നിലപാട് വ്യക്തമാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാന്റെ പരമാധികാരവും അന്താരാഷ്ട്ര തലത്തിലെ അവകാശങ്ങളും US-ഉം ഇസ്രയേലും അംഗീകരിക്കണം. ആക്രമണങ്ങളിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം എന്നിവയാണ് ഉപാധികൾ. ഇതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ പ്രമേയം പാസാക്കി. ഇറാനുള്ളിൽ കുറച്ചു കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. And as we take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me say it, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? Huh? We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. Tough country. Their air force is gone, totally gone. That took the better part of about 3 hours. They no longer have radar. They don't have anti-aircraft equipment. They don't have anything. Their missiles are down 90%. Their drones are down 85%.
And I can only say this. They were all prepared. They're very strong. They're going to try and take over the whole Middle East. They were going to knock out Israel. They don't know what the hell hit them, right? They don't know what hit them. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോഴും ട്രംപ് പറയുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഇറാനിൽ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഈ 3 ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ട്രംപ് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞു ഈ യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും അവസാനിപ്പിക്കും, ഈ യുദ്ധം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് US ആണ് എന്നെല്ലാം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴദ്ദേഹം പറയുന്നത് ഇറാനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ഉടൻ തന്നെ അവിടെ നിന്ന് പിന്മാറും എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇറാനകത്ത് ഇറാന്റെ ശക്തി പൂർണ്ണമായും നശിപ്പിക്കണം, അവർ ഇപ്പോൾ തന്നെ തോറ്റു കഴിഞ്ഞു, ഞങ്ങൾ US ഒരു US-ന്റെ വിജയം കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. അദ്ദേഹം പറയുന്നത് അവരുടെ മിസൈലുകൾ 90% ഇല്ലാതായി, ഡ്രോണുകൾ 85% ഇല്ലാതായി, അവർ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കാനിരുന്നതാണ്, ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കാനിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ നശിച്ചു കഴിഞ്ഞു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ കീഴടങ്ങാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനായി 3 ഉപാധികളുമായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്തരത്തിൽ 3 ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപേ ഇറാൻ കീഴടങ്ങാൻ ഉദ്ദേശമില്ല, തങ്ങൾ ആക്രമണം തുടരും എന്നെല്ലാമായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനായി അവരൊരു സമാധാന ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിനിടെയാണ് UN ഇറാനെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണോ നിലവിലെ സമാധാന ഉപാധികൾ എന്നതുകൂടി നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഇറാൻ ഈ ഉപാധികൾ വച്ചിട്ടുള്ളത് റഷ്യയുമായിട്ടും അതുപോലെ പാകിസ്ഥാനുമായിട്ട് നടത്തിയ ഉന്നതതല ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇറാന്റെ പ്രതിനിധി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടും ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അതായത് US-ഉം ഇസ്രായേലും ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം, അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുള്ള അവകാശങ്ങൾ അതും അംഗീകരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇറാന് എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകണം. ഇറാന് സൈനികമായും സാമ്പത്തികമായിട്ടും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് അവർ പരിഹാരം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഭാവിയിൽ ഇത്തരം ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഇറാന് രേഖാമൂലം ഉറപ്പും നൽകണം എന്നും ഇപ്പോൾ നിലവിൽ അവർ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് നിലവിൽ ഇത്തരം 3 ഉപാധികളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത്. അതിനിടെ UN ഇറാനെതിരെ ഒരു വലിയ നീക്കം തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് UN ഇറാനെതിരെ അവരുടെ സുരക്ഷാ സമിതിയിലുള്ള 15 അംഗങ്ങളിൽ 13 അംഗങ്ങളുടെയും പിന്തുണയോടെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഇറാൻ എത്രയും വേഗം നശിപ്പിക്കണം എന്നാണ്, എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ UN പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇറാന്റെ ആക്രമണങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും ഇപ്പോൾ ഇത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും UN-ന്റെ ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബഹ്റൈനാണ് 135 രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള 2 രാജ്യങ്ങളാണ് സുരക്ഷാ സമിതിയിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത്. ഇതിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല, ഈ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം റഷ്യ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഒരു ബദൽ പ്രമേയം ഈ UN-ൽ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് ഈ മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ബാധ്യസ്ഥരാണ്, എല്ലാ രാജ്യങ്ങളും ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തോടെ ഈ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകണം എന്നതായിരുന്നു റഷ്യയുടെ പ്രമേയം. എന്നാൽ ഈ പ്രമേയം അത് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മൊത്തം 4 ഈ സുരക്ഷാ സമിതിയിലുള്ള 4 അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചു, 2 അംഗങ്ങൾ ഇതിനെ എതിർത്തു. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്.
പറയുന്നത്. അത്തരത്തിൽ റഷ്യ മുന്നോട്ട് വെച്ച പ്രമേയം പാസ്സായി. റഷ്യയുടെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനെതിരെ പാസ്സാക്കിയിരിക്കുന്ന ഈ പ്രമേയം എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഏകപക്ഷീയമാണ്. അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെപ്പറ്റി ഇതിൽ പരാമർശമില്ല, ഇസ്രയേലിനെ പറ്റിയിട്ടും പരാമർശമില്ല. ഇറാനെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. റഷ്യ ഇതേ സമയം മുന്നോട്ട് വെച്ച പ്രമേയം എല്ലാ രാജ്യങ്ങളും കൂട്ടുത്തരവാദിത്തം എടുക്കണമെന്നുള്ളതാണ്. ഒരു രാജ്യത്തെ മാത്രം ഇതിൽ പർട്ടിക്കുലറായി കുറ്റം പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇത് മാത്രമാണ് ഇവിടെ പരാജയപ്പെട്ടുപോയത്. അതേസമയം ഈ പശ്ചിമേഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു എണ്ണ യുദ്ധമാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നും ഉയർന്നിട്ടുണ്ട്. ഇന്നലെ $90 പെർ ബാരലായിരുന്നുവെങ്കിൽ ഇന്നത് 94 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മേഖലയിൽ ഇപ്പോൾ ഇറാഖിലുള്ള ഒരു തുറമുഖത്തുള്ള 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടിയുണ്ട്. 38 പേരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒമാന്റെ തീരത്തുള്ള ഒരു പോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പോർട്ടിലുള്ള ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടെയും വലിയ തീപിടുത്തമാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും അയക്കുകയാണ്. യു എയിൽ ഒരു കെട്ടിടത്തിൽ, ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി. അത് ഉടൻ കെടുത്തി മറ്റ് പരിക്കുകളൊന്നും ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ പല ആക്രമണങ്ങളും നിലവിലും തുടരുകയാണ് മേഖലയിൽ. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. LPG പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ. LPG വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമാണ്. സിലിണ്ടറുകൾ കിട്ടാനില്ലെന്ന പരാതി വ്യാപകവുമാണ്. എന്നാൽ ബുക്ക് ചെയ്ത് 2.5 ദിവസത്തിനുള്ളിൽ സിലിണ്ടർ ലഭ്യമാകുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. LPG കരിഞ്ചന്ത തടയാൻ നടപടി വേണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്ധനക്ഷാമമുണ്ടെന്ന പ്രചരണം തടയാൻ നടപടി വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. വാണിജ്യ LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്തതിനാൽ ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. എന്നാൽ രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിപ്പിച്ചെന്നും ആശങ്ക വേണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. LPG കിട്ടാനില്ലാത്തതിനാൽ ഉത്തരേന്ത്യയിലെ കൂടുതൽ ഹോട്ടലുകളും അടച്ചുപൂട്ടുകയാണ്. സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തി. പൂഴ്ത്തുവെപ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. മലപ്പുറം ആദവനാട് ലോറി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരിച്ചു. മലപ്പുറം ചേങ്ങോട്ടൂർ സ്വദേശിയാണ് മരിച്ചത്. ജാഫറാണ് മരിച്ചത്. ലോറിയിലുണ്ടായിരുന്ന സഹായ് മുസ്തഫ അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, അന്ന് ഈ അപകടം ഉണ്ടായത് എങ്ങനെയായിരുന്നു? വളരെ ഗുരുതരമായ നിലയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എപ്പോഴായിരുന്നു മരണം സംഭവിച്ചത്? ഫെബ്രുവരി 20-നായിരുന്നു ഈ ആദവനാട് അപകടം സംഭവിച്ചത്. അന്ന് വലിയ തോതിൽ തന്നെ അത് ശ്രദ്ധയെ ആകർഷിച്ചത് രക്ഷാപ്രവർത്തനത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക് നഷ്ടമായ ലോറി ഉപേക്ഷിച്ച ക്വാറിയിലേക്ക് മൂക്കുകുത്തി വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ ഡ്രൈവറായ ജാഫർ ഈ ലോറിയുടെ ക്യാബിനിൽ നിന്നും പുറത്തു കടന്ന് നീന്തി പുറത്തെത്തിയിരുന്നു, രക്ഷപ്പെട്ടിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ മുസ്തഫ, അദ്ദേഹം വാഹനത്തിൽ കുടുങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. അന്ന് തന്നെ ജാഫറിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ദിവസങ്ങളായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആദ്യം വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുമാണ് അദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിന് ആന്തരിക മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്താനായത്. ഇടുപ്പിനും പരിക്കേറ്റിരുന്നു. ഈ ആന്തരിക മുറിവുകളാകാം ഒരുപക്ഷെ സാഹചര്യങ്ങൾ മോശമാക്കിയതും ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യത്തിൽ എത്തിച്ചതും. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ഖബറടക്കം അടക്കമുള്ള മറ്റു ചടങ്ങുകളും പൂർത്തിയാക്കി. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചും G സുധാകരൻ. എല്ലാത്തിനും പിന്നിൽ സജി ചെറിയാനാണെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തകർത്തുവെന്നും സുധാകരൻ തുറന്നടിച്ചു. അഴിമതിക്കാരും കൊള്ളക്കാരും ആലപ്പുഴയിലെ പാർട്ടി കമ്മിറ്റികളിലും സ്ഥാനങ്ങളിലും നിറഞ്ഞു. തന്റെ വിഷയം എത്രയോ നേരത്തെ പരിഹരിക്കാവുന്നതായിട്ടും 5 വർഷക്കാലം യാതൊരു പരിഗണനയോ സംഘടനാ മര്യാദയോ കാണിച്ചില്ല. ഇപ്പോഴുള്ള അനുനയ ശ്രമങ്ങൾ പ്രഹസനമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സുധാകരന്റെ പല ചോദ്യങ്ങൾക്കും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരം നൽകാനായില്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, അനുനയ നീക്കങ്ങൾക്ക് പാർട്ടി ശ്രമിക്കുമ്പോഴും G സുധാകരൻ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും ജി സുധാകരനെ അനുനയിപ്പിക്കാനായുള്ള ഒരു ശ്രമം ഇന്നലെ വൈകിട്ട് ഉണ്ടായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിൽ എച്ച് സലാം MLA ഉൾപ്പെടെയുള്ള PP ചിത്തരഞ്ജൻ, ഒപ്പം തന്നെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സജി ചെറിയാൻ, ഇവർ 3 പേരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയില്ല. മറിച്ച് ബാക്കിയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർക്കായി അദ്ദേഹം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൽ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും, ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഏറെ വൈകി ഇത്തരത്തിൽ നേതാക്കന്മാരുടെ ഒരു സന്ദർശനം. അത് തീർത്തും പ്രഹസനമാണ് എന്നുള്ളതാണ് ജി സുധാകരൻ വന്ന് എത്തിയ നേതാക്കന്മാരുടെ മുന്നിൽ തുറന്നടിച്ചത്. 5 വർഷക്കാലമായി യാതൊരുവിധ സംഘടന മര്യാദകളോ മറ്റു കാര്യങ്ങളോ തന്നോട് പാലിച്ചിട്ടില്ല എന്ന് പറയുന്നു. തന്റെ വിഷയം പരിഹരിക്കാനായിരുന്നുവെങ്കിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. മാത്രമല്ല, അത്തരം അവസരങ്ങൾ ഒന്നും തന്നെ ക്രിയാത്മകമായ ഒരു ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്നോ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഏറെ വൈകിയ വേളയിൽ തന്റെ വീട്ടിലേക്ക് എത്തിയത് തന്റെ നിലപാട് മാറ്റണം എന്ന്, അങ്ങനെ ഒരു നിലപാട് പറഞ്ഞാൽ അത് മാറ്റാനാവുന്നതല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിൽ നിലപാട് മാറ്റുന്ന ഒരാളല്ല താൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് മുന്നിൽ ജി സുധാകരൻ അഴിച്ചുവിട്ടത്. സജി ചെറിയാൻ നേതൃത്വത്തിൽ 5 വർഷക്കാലം ആലപ്പുഴയിലെ പാർട്ടിയിൽ എന്ത് സംഭവിച്ചു, ആലപ്പുഴയിലെ പാർട്ടിക്ക് മെറിറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ജി സുധാകരൻ ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞത്. അത്തരത്തിൽ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ട പാർട്ടിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഉള്ളത്. അതിന് നേതൃത്വം നൽകിയത് സജി ചെറിയാനാണ്. അത്തരത്തിൽ സജി ചെറിയാൻ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ആളുകൾ മാത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 5 വർഷക്കാലം യാതൊരു പരിഗണനയോ സംഘടന മര്യാദയോ തന്നോട് കാണിച്ചില്ല. സൈബർ ഇടങ്ങളിലും വിദ്യാർത്ഥികളെ SFIക്കാരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് തന്നെ അപമാനിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലതവണ പാർട്ടി നേതൃത്വത്തോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഒരിക്കൽ പോലും അത്തരത്തിലൊരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കടുത്ത അപമര്യാദയാണ് തന്നോട് കാണിച്ചത് എന്ന് ജി സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അഴിമതിക്കാരും കൊള്ളക്കാരും പാർട്ടി കമ്മിറ്റികളുടെ സ്ഥാനങ്ങളിൽ നിറഞ്ഞു എന്നുള്ളതാണ്. മെറിറ്റ് നഷ്ടപ്പെട്ട പാർട്ടിയായി ആലപ്പുഴയിലെ പാർട്ടിയെ മാറ്റാൻ സജി ചെറിയാന്റെ ഇടപെടലുണ്ടായി. സംസ്ഥാന നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ കൃത്യമായി, താൻ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് കാണിച്ചത്. ഇപ്പോൾ നടക്കുന്ന ഈ അനുനയ ശ്രമങ്ങൾ, അതായത് ഇന്നലെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ജി സുധാകരൻ താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള വിവരം അറിയിച്ചതാണ്. അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തിന്റെ കൂടി അടുത്ത ബന്ധുവായ N ഹരിശങ്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N ഹരിശങ്കറും, ഒപ്പം തന്നെ CS സുജാതയും, അദ്ദേഹവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന CS സുജാതയും മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു എത്തിയതിന് പിന്നിൽ അതൊരു പ്രഹസനമാണെന്നാണ് വന്നെത്തിയവരുടെ മുന്നിൽ ജി സുധാകരൻ പറഞ്ഞത്. ഈ പ്രഹസനത്തിന് മുന്നിൽ താൻ വഴങ്ങില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം എടുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മനൂസി പുളിക്കലിനെതിരെയും സജി ചെറിയാൻ H സലാം എന്നിവർക്കെതിരെയുമാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ അദ്ദേഹം നിഷേധിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിന് മേൽ, അതായത് അദ്ദേഹം സംഘടന മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള സംഭവം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയുമായി ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജി സുധാകരനുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചിരുന്നു, അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷേ ഈ എത്തിയവർക്കോ അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച CPM ജനറൽ സെക്രട്ടറിക്കോ ജി സുധാകരൻ ഉന്നയിച്ച അദ്ദേഹത്തിന്റെ വിഷയങ്ങൾക്ക് മേൽ യാതൊരു മറുപടിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനർത്ഥം താൻ അത്തരത്തിൽ പത്രസമ്മേളനം അടക്കം കാര്യങ്ങൾ താൻ പാർട്ടി നേതൃത്വത്തെ കൂടി അറിയിക്കാനിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ താൻ പാർട്ടി വിടുകയാണ്, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ സ്വതന്ത്രനായാണ് താൻ ഇപ്പോൾ നിൽക്കുന്നത്, ഞാൻ സ്വതന്ത്ര നിലപാടുമായി ഈ ആശയങ്ങൾ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം ഏകദേശം 20 മിനിറ്റിന് മേൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് സംസാരിച്ചു. നിലപാട് അവസരത്തിനൊത്ത് നിലപാട് മാറ്റുന്ന സാഹചര്യമില്ല, ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയായിരുന്നു സുധാകരൻ. തുടർന്ന് സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ, ആര് തന്നെ പിന്തുണയ്ക്കുകയാണെങ്കിലും അത് സ്വീകരിക്കുമെന്നാണ് സുധാകരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിനെ CPM ഏത് രീതിയിലാണ് പ്രതിരോധിക്കാനുള്ള സാധ്യത?
CPM സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ജി സുധാകരന് നേരെയുള്ള ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറഞ്ഞ ഘട്ടം മുതൽ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും നേരത്തെ ചെയ്ത ഒരു രീതിയിൽ തന്നെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ്. അത് കുറെ കൂടി രൂക്ഷമാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷിത്വമാണ്. അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ആണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ എങ്ങനെ നേടുമെന്നതടക്കമുള്ള വൈകാരികമായ വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്തിടുന്നതിന് വേണ്ടി അത് പോസ്റ്റുകളായി ഫേസ്ബുക്കിലടക്കം ഇടുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ജി സുധാകരൻ പറഞ്ഞത്, അദ്ദേഹം വ്യക്തമാക്കുന്നത്, താൻ മറ്റൊരു പാർട്ടി എന്ന മറ്റൊരു പാർട്ടിയിലേക്ക് താൻ ചേക്കേറില്ല, മറിച്ച് ഈ ആശയങ്ങളുമായി തന്നെ സ്വതന്ത്രമായി നിൽക്കും, തനിക്ക് പിന്തുണ നൽകുന്നവരുടെ പിന്തുണ താൻ നിഷേധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നേരത്തെ അടിവേരുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് മണ്ഡലമായിരുന്നു. അതിനുശേഷം ജി സുധാകരനാണ് തുടർച്ചയായി അതൊരു LDF മണ്ഡലമായി നിലനിർത്തിയത്. അതിന്റെ തുടർച്ചയായി H സലാമും പിന്നീട് വിജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ഒരു മണ്ഡലം, അതായത് തുടർച്ചയായി ജി സുധാകരനിലേക്കും LDF-ലേക്കും പോയ ഒരു ഘട്ടത്തിൽ തന്നെ ഈ മണ്ഡലം പിടിച്ചെടുക്കാനായി കോൺഗ്രസിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജി സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ ജി സുധാകരന് പിന്തുണ നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ പൊതു സ്വീകാര്യത അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് CPM-നുള്ളിൽ ഈ പൊട്ടിത്തെറികൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ അദ്ദേഹം അംഗീകാരമുള്ളൊരു നേതാവാണ്. അഴിമതിയുടെ കറ പുരളാത്ത രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം പാർലമെന്റേറിയനുമാണ്. അതുകൊണ്ട് തന്നെ ആ അക്സെപ്റ്റൻസിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേരത്തെ തന്നെ കൂടിയാലോചനകൾ അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത് ശക്തമായി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ സീറ്റ് ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. എം ലിജു നേരത്തെ മത്സരിക്കുമെന്ന് കേട്ടിരുന്നെങ്കിൽ പോലും ആ സീറ്റിലേക്ക് ഇപ്പോൾ മത്സരം സ്ഥാനാർത്ഥിയില്ല. സുധാകരന്റെ സമയത്തിനിടയ്ക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കത്തിനുള്ള സാധ്യത ഇനിയും ഉണ്ടോ? ഇത്തരം ഇനിയൊരു നീക്കത്തിന് ഇന്നലെ തന്നെ അപ്രതീക്ഷിതമായൊരു വരവായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ട് ദിവസങ്ങൾ പിന്നിടുന്നത്, അതായത് ജി സുധാകരൻ കടുത്ത അതൃപ്തനാണെന്നും MV ഗോവിന്ദന്റെ പ്രതികരണം അദ്ദേഹത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചു എന്നും, അതായത് പാർട്ടി ജി സുധാകരൻ എന്തെങ്കിലും പരിഗണനയുണ്ടോ എന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു പരിഗണനയും ഇല്ല എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറഞ്ഞിരുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ തുടർച്ചയായ 5 വർഷക്കാലം അദ്ദേഹം ഉന്നയിച്ചിരുന്ന പരാതികൾക്ക് ഏറ്റവും അധികം എണ്ണ പകർന്ന് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലടക്കം, കടുത്ത തീരുമാനത്തിലേക്ക് അടക്കം അദ്ദേഹത്തെ എത്തിച്ചത് ആ ഒരു തീരുമാനം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം MA ബേബി അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷേ തോമസ് ഐസക്കും ജി സുധാകരനും അടക്കമുള്ള ആളുകൾ ഇവിടെ മത്സരത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ CPM-ന്റെ ഏറ്റവും ഷുവർ സീറ്റുകളായി അത് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ മധ്യ കേരളത്തിലെ നേതാക്കന്മാരെ അത്തരത്തിൽ പരിഗണിക്കാത്ത ഒരു രീതി CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് അധികാര കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിൽ, പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിനിടയിലായിരുന്നു ജി സുധാകരൻ ന്യൂസ് 18 ഇത്തരത്തിൽ ജി സുധാകരൻ അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് 63 വർഷക്കാലമായുള്ള പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്നുള്ള വാർത്ത പുറത്തുവിടുന്നത്. അതിനുശേഷം 9 മണിയോടെ ആ വാർത്ത പുറത്തുവിട്ട് അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താൻ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്ന ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് MV ഗോവിന്ദന്റെ തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളടക്കം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പിന്നാലെയാണ് ഈ തുടർ സംഭവ വികാസങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടായത്. 2 ദിവസത്തിനു ശേഷം CS സുജാതയും N ഹരിശങ്കറും അടക്കമുള്ള ആളുകൾ, സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി അംഗം N ഹരിശങ്കറും ഉൾപ്പെടെയുള്ളവർ എത്തി. പക്ഷേ അവരൊന്നും എത്തിയാൽ ഈ വിഷയം പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു. കാരണം ജി സുധാകരൻ അത്ര സീനിയർ നേതാവാണ്, 63 വർഷക്കാലം പാർട്ടി അംഗത്വത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മറ്റാരും ഇവിടേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തി, മുഖ്യമന്ത്രി കാണും അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും അത്തരം യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെ നിർദ്ദേശാനുസരണമായിരിക്കണം, മറ്റ് ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാനും കൂടിയുള്ള ഒരു ഇടപെടലാണ്, പാർട്ടിയുടെ ഒരു ഇടപെടലാണ് എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഏറ്റവും വൈകിയ വേളയിൽ ഇന്നലെ രാത്രിയോടുകൂടി ജി സുധാകരന്റെ വീട്ടിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എത്തുന്നു. അദ്ദേഹം തനിക്കുണ്ടായ 5 വർഷത്തെ കാര്യങ്ങൾ തുറന്നടിക്കുന്നു. സജി ചെറിയാനെതിരെ, മനു സി പുളിക്കലിനെതിരെ, H സലാമിനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം എണ്ണി പറഞ്ഞ് അദ്ദേഹം അവരുടെ
മുന്നിലേക്ക് നിരത്തുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി അതിൽ അദ്ദേഹം ലഹരിക്കടത്ത് കേസിൽ CPM നടപടിയെടുത്തയാൾ എങ്ങനെയാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ പാർട്ടി ജില്ലാ സെക്രട്ടറി മുന്നിലേക്ക് അദ്ദേഹം ഉന്നയിച്ചു. താൻ തുടർന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമായി കരുതുന്നില്ല, താൻ പുറത്തേക്കാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മെറിറ്റ് നഷ്ടപ്പെട്ട പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ അത് CPM-ന് വലിയൊരു തിരിച്ചടിയാകും. അവിടെ ഇനി മറ്റാര് മത്സരിക്കും? CPM-നെ മുൻനിർത്തി ആര് മത്സരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. വലിയൊരു നേതാവിനെ തന്നെ അവിടെ മത്സരിപ്പിക്കേണ്ടി വരും CPM-ന്. അതൊരു വലിയ വെല്ലുവിളി കൂടിയല്ലേ CPM-ന് ഇപ്പോൾ? CPM-നെ സംബന്ധിച്ച് ഈ വിഷയം നേരത്തെ തന്നെ പരിഹരിക്കാവുന്നതായിരുന്നു. കാരണം സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംഘടനാ വിഷയങ്ങൾ ഏറ്റവും പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യം 16,000-ഓളം വോട്ടിന് അമ്പലപ്പുഴയിൽ, അതായത് ആലപ്പുഴ തൊട്ടടുത്ത ആലപ്പുഴ മണ്ഡലത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ 16,000-ഓളം വോട്ടിന് അമ്പലപ്പുഴയിൽ HSLM മത്സരിച്ച് വിജയിക്കുന്നു. വിജയിച്ച ശേഷം സുധാകരനെതിരെ അദ്ദേഹം സംഘടനാ പരിപാടികളിൽ നിന്ന് നിന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വിജയിച്ച മണ്ഡലത്തിൽ നിന്നും അവിടുത്തെ സ്ഥാനാർത്ഥി പരാതി നൽകുന്നു. ആ പരാതിയിന്മേൽ സുധാകരനെ ഏറ്റവും അധികം വിശ്വസിക്കുകയും അടുത്ത് നിൽക്കുകയും ചെയ്തിരുന്ന സംസ്ഥാന നേതൃത്വം അന്വേഷണ കമ്മീഷൻ വെക്കുന്നു. AJ തോമസ് ഒപ്പം തന്നെ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് അന്വേഷണ കമ്മീഷനായി വരുന്നൊരു ഘട്ടം വരുന്നു. അങ്ങനെ വരുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ സുധാകരന് തനിക്കെതിരെ മറ്റൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ലഭ്യമായിരുന്നു. താൻ പങ്കെടുത്ത ഇലക്ഷനുമായി ബന്ധപ്പെട്ട് താൻ പങ്കെടുത്ത പരിപാടികൾ, ഒപ്പം തന്നെ താൻ ഇത്രയധികം ഭൂരിപക്ഷം നേടി വിജയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വിശദീകരണം പാർട്ടി നേതൃത്വത്തിൽ നൽകുന്നു. എന്നാൽ അത് പിന്നീട് സുധാകരൻ അതിനകത്ത് വീഴ്ച വരുത്തി എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ കമ്മീഷൻ എത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുന്നു. അതോടെയാണ് ഇത് തനിക്കെതിരെ മറ്റൊരു തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് സുധാകരൻ മനസ്സിലാക്കുന്നത്. പല തവണ അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിക്കാനായി ശ്രമിച്ചു. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ പോലെയോ മറ്റ് സംസ്ഥാന സെക്രട്ടറിമാരെ പോലെ MV ഗോവിന്ദനിലൂടെ ഈ വിഷയം നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയനോട് അദ്ദേഹത്തിലേക്ക് കൃത്യമായി എത്തിക്കാനോ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. കൃത്യമായി താൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നേതൃത്വത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്നുള്ള ധാരണ അദ്ദേഹത്തിന് വളരുന്നു. അതേസമയം തന്നെയാണ് ആലപ്പുഴയിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളിലെ യുവജന സംഘടനയിലെ ചെറിയ പ്രവർത്തകർ, അദ്ദേഹം കുട്ടികളായി കാണുന്ന ആളുകൾ വളരെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെതിരെ പാർട്ടിക്ക് പരാതി നൽകുമ്പോഴും അവിടെയും യാതൊരുവിധ നടപടിയും കൈക്കൊള്ളാത്ത അവസ്ഥയുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ പരിപാടികളിൽ നിന്ന് സുധാകരനെ മാറ്റി നിർത്തുന്നു. സ്വന്തം വീടിനെ അടുത്ത് സുധാകരൻ പുന്നപ്ര വയലാറിൽ VS-ന് ശേഷം ദീപശിഖ പകർന്നിരുന്ന ആളാണ് സുധാകരൻ. ആ സുധാകരനെ വാരാചരണ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹം ഒറ്റയ്ക്ക് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിരൂക്ഷമായ രീതിയിൽ മറ്റൊരു തലത്തിൽ സംസ്ഥാന നേതൃത്വം വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും ആലപ്പുഴയിലെ പാർട്ടി ആ രീതിയിൽ സുധാകരനെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 വർഷത്തിന് ശേഷം പാർട്ടി എവിടെ നിൽക്കുന്നു, ഇപ്പോൾ എന്താണ് അതിന്റെ മെറിറ്റ് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ എന്തായാലും ഇക്കുറി സംസ്ഥാനം തന്നെ ശ്രദ്ധിക്കുന്ന മത്സരമായിരിക്കും അമ്പലപ്പുഴയിൽ നടക്കാൻ പോകുന്നത്. അതിനകത്ത് തന്നെ CPM-നകത്ത് അതൃപ്തരായ പല വിഭാഗങ്ങളുമുണ്ട്, നേതൃത്വത്തിൽ അതൃപ്തരായവരുണ്ട്. അതോടൊപ്പം അതിനൊന്നും വഴങ്ങുന്നില്ല. സ്വതന്ത്രനായി മത്സരിക്കാനാകും തീരുമാനം എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. 11 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനം വ്യക്തമാവുകയും ചെയ്യും. ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്കും ഉപമുഖ്യമന്ത്രി സുരേന്ദ്ര ചൌധരിക്കും നേരെ വധശ്രമം. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഇരുവർക്കും നേരെ വെടിവെപ്പുണ്ടായത്. പുറത്ത് കാത്തുനിന്ന അക്രമി ലോഡ് ചെയ്ത പിസ്റ്റളുമായി ഫറൂഖ് അബ്ദുള്ളയുടെ തൊട്ടടുത്തെത്തി വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ പിടികൂടി ഇയാളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഈ ആക്രമണം ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു അക്രമിയുടെ ലക്ഷ്യം എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസിന്റെ അധ്യക്ഷനുമായ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെയും ഒപ്പം ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരിക്ക് നേരെയാണ് വധശ്രമം ഉണ്ടായത്. ഇന്നലെ ആണ് സംഭവം. ഗ്രേറ്റർ കൈലാഷ്, അതൊരു പോഷ് ഏരിയയാണ്.
ജമ്മുവിലെ. അവിടെ ഒരു വിവാഹ സത്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. ഇതിനിടയിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് വാഹനത്തിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തൊട്ട് പുറകിൽ നിന്നൊരാൾ ഓടിയെത്തുകയും വെടിയുതിർക്കുകയും ചെയ്യുന്നത് കാണാം. പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് അദ്ദേഹത്തിന് വെടിയേൽക്കാതിരുന്നത് എന്ന് തന്നെ പറയാം. ഏതായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കമൽ സിംഗ് ജാംവാൾ എന്നാണ് ഇയാളുടെ പേര്, 63 വയസ്സ്. ഇയാൾ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ 20 വർഷമായി താൻ ഫാറൂഖ് അബ്ദുള്ളയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തനിക്ക് അത്തരത്തിൽ വ്യക്തിപരമായ വൈരാഗ്യം ഫാറൂഖ് അബ്ദുള്ളയോട് ഉണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് ഏതായാലും ഇതിൽ മറ്റു ഭീകരാക്രമണ സ്വഭാവം ഒന്നും തന്നെ ഇല്ല എന്ന പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നിലവിൽ Z+ കാറ്റഗറി സുരക്ഷയുള്ള നേതാവാണ്. സ്വാഭാവികമായും NST കമാൻഡോകൾ അടക്കം അടങ്ങുന്നതാണ് ഈ Z+ കാറ്റഗറി. അപ്പോൾ അത്തരത്തിൽ വലിയ സുരക്ഷയുള്ളൊരു നേതാവിനെ എങ്ങനെ ഇത്തരത്തിലുള്ള ആൾക്ക് അവിടേക്ക് കടന്നു കയറാൻ എത്തി എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. മകനും മുഖ്യമന്ത്രി കൂടിയുമായ ഒമർ അബ്ദുള്ള തന്നെ ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച ചോദ്യം ഇതിനോടകം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ 5 വീടുകൾ തകർന്നു. നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. പുലർച്ചെ 2 മണിയോടെയാണ് കാറ്റ് നാശം വിതച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. എന്താണിപ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം? ചെല്ലാനത്താണ് സംഭവമുണ്ടായത്. ചുഴലിക്കാറ്റിൽ 5 വീടുകളാണ് തകർന്നിരിക്കുന്നത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഈ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി ഭിന്നതയെന്ന വാർത്ത തള്ളി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പരാജയ ഭീതിയിൽ UDF തനിക്കെതിരെ വ്യാജ പ്രചാരണം അഴിച്ചുവിടുകയാണ്. സംസ്ഥാനത്ത് BJP ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതോടൊപ്പം കാസർഗോട്ടും വലിയ വിജയപ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന വാർത്ത BJP ജില്ലാ അധ്യക്ഷയും കെ സുരേന്ദ്രൻ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ്. ഏതായാലും ഇതേക്കുറിച്ച് വിശദമാക്കാൻ BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ തോതിലുള്ള ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന സമയമാണ്. പക്ഷേ വരുന്ന വാർത്തകൾ, അതായത് ജില്ലാ അധ്യക്ഷക്കെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം? ഇതിന്റെ അടിസ്ഥാനം നമ്മൾ വിജയിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വിജയിക്കും എന്ന പേടിയാണ് മറ്റു പാർട്ടിക്കുള്ളത്. അപ്പോൾ അവരാണ് നമ്മളെ പ്രവർത്തകരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട്. നമ്മളെ പാർട്ടിൻ്റെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ സീനിയർ ലീഡേഴ്സിൻ്റെ ഇടയിലാവട്ടെ ഒരു പ്രശ്നം നമുക്കില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നമ്മൾ ഇലക്ഷൻ രംഗത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് വിജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ബിക്കോസ് കാലകാലമായിട്ട് മഞ്ചേശ്വരത്തിൽ BJP ജയിക്കുമെന്ന് എത്രയോ ആൾക്കാർ, എത്രയോ സീനിയേഴ്സ് ആൾക്കാരും എത്രയോ പ്രവർത്തകർ, നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്തിട്ടുള്ള പ്രവർത്തകന്മാർ ആശയോട് വെയിറ്റാക്കുന്ന ഒരു ദിനമാണ് നമ്മളെ ഈ വരുന്ന ദിനങ്ങൾ. അപ്പോൾ ആ സമയത്ത് ഈ പ്രാവശ്യം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വന്നിട്ടുള്ളതാണ്. BJP ജയിക്കുമെന്ന ഒരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ പാർട്ടിൻ്റെ ഇടയ്ക്കുണ്ട്. ജില്ലാധ്യക്ഷ പ്രശ്നമുണ്ട്, ജില്ലാധ്യക്ഷനെ വിളിക്കുന്നില്ല, അസംബ്ലി ഇൻചാർജ് ഒന്നും അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞ കള്ള പ്രചരണം നടത്തിക്കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ പിന്നാലെ ആരാണ് ഇങ്ങനെ കള്ളം പ്രചരണം നടത്തുന്നുള്ളത്, ഞാൻ അത് ലീഗലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. പക്ഷേ ഒരു അടിസ്ഥാനം ഇല്ലാണ്ട്, ഒരു പ്രൂഫ് ഇല്ലാണ്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? ഇത് ആദ്യമായിട്ടൊന്നല്ല എൻ്റെ മകൾ ഇങ്ങനെ കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവർ നേരത്തെ വന്നിരുന്ന വാർത്തയിലേക്ക് കൂടി നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ 5 വീടുകൾ തകർന്നിരിക്കുന്നു. നിരവധി വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായിട്ടുള്ളത്. പുലർച്ചെ 2 മണിയോടെയാണ് കാറ്റ് നാശം വിതച്ചത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം.
ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വളരെ ശക്തമായ രീതിയിലുള്ള കാറ്റായിരുന്നു വീശിയത്. ഇപ്പോൾ അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആളുകൾക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടോ? അവർ സുരക്ഷിതരാണോ? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് ചുഴലിക്കാറ്റ് ചെല്ലാനം ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. വലിയ രീതിയിൽ ഭീഷണിയായിരുന്നു അത്. എങ്കിലും ആളപായമൊന്നും തന്നെ ഇല്ല. ചില വീടുകൾക്ക് സാരമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5ഓളം വീടുകൾക്ക് ഈ രീതിയിൽ തകരുന്ന, ഭാഗ്യമായും എല്ലാം തന്നെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ചെല്ലാനം കണ്ടക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് കാർത്യായനി ക്ഷേത്രത്തിന് ഭാഗത്ത് അതിന്റെ ഒരു പടിഞ്ഞാറ് വശത്താണ് കൂടുതലായിട്ട് ഈ 5ഓളം വീടുകൾ തകർന്നിട്ടുള്ളത്. ആർക്കും തന്നെയും ഇതിൽ പരിക്കേറ്റിട്ടില്ല എന്നതാണ് വളരെ ആശ്വാസകരമായ ഒരു കാര്യം. ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ദുരന്ത നിവാരണ സേനയും പോലീസും എല്ലാം തന്നെ ആ സമയത്ത് തന്നെ പുലർച്ചയോടുകൂടി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. വീട് തകർന്നവരെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ വർഷകാലത്തെല്ലാം തന്നെ രൂക്ഷമായ കടലാക്രമണവും കാറ്റുമെല്ലാം, അതിശക്തമായ കാറ്റുമെല്ലാം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണിത്. ഇപ്പോൾ ഇത് അപ്രതീക്ഷിതമായാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഈ മേഖലയിൽ മറ്റിടങ്ങളിൽ സാരമായ ബുദ്ധിമുട്ടുകൾ. വീടുകൾ തകർന്നത്, നിലവിൽ മറ്റു നാശനഷ്ടങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾക്കൊന്നും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണ്. ഡാനി ഇപ്പോൾ ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് വനിതാ ഓട്ടോ ഡ്രൈവർമാരെ ആദരിച്ചു. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വർധിനി പ്രകാശ്, മധുമതി മഹേഷ് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. വനിതാ ദിനത്തിൽ തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രതിസന്ധികളെ ഓടിച്ചു തോൽപ്പിച്ച് നിരവധി വനിതാ ഓട്ടോ ഡ്രൈവർമാർ പങ്കെടുത്തു. 15 വർഷം വരെ ഓട്ടോ ഡ്രൈവറുടെ വേഷമണിഞ്ഞ വനിതകൾ അവരുടെ പൊരുതി നേടിയ വിജയത്തെക്കുറിച്ചും പിന്തുണച്ചവരെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചു. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഒലത്താനി സ്വദേശികളായ ശ്രീ ജോയിയുടെയും ശ്രീമതി അർച്ചനയുടെയും വിവാഹ വാർഷികമാണിന്ന്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ വീഡിയോ എഡിറ്റർ അമീൻ ജോയുടെ മാതാപിതാക്കളാണ് ഇരുവരും. ഇരുവർക്കും വിവാഹ വാർഷികാശംസകൾ നേരുകയാണ് ന്യൂസ് 18ന്റെ പേരിൽ. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.